അടിയാണോ? ഹലോ ഫ്രണ്ട്സ്, അഞ്ചു പേടിക്കിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മലമുകളിലെ കാറ്റാടിപ്പാടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. ആക്ച്വലി അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് കമ്പം വെട്ട് വഴി കമ്പത്തേക്കാണ്. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് കമ്പം വെട്ടെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് ഒക്കെ ക്രോസ് ചെയ്തിട്ട് തമിഴ്നാടിൻ്റെ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ അതെ, കുമളി റോഡ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ ഇത്തിരി ബ്യൂട്ടിഫുൾ ആണ്. പോകാനാണോ? ഈ റോഡ് കേരളത്തിന്റെ റോഡല്ലേ? തമിഴ്നാട്ടിൽ കയറിയിട്ടില്ല. ആ, അങ്ങോട്ട് കയറിയല്ലേ? പക്ഷെ തമിഴ്നാട് ഒരു റോഡ് ഇങ്ങനെ പന്നി ഇട്ടാറില്ല. കട്ടപ്പന കമ്പം പക്ഷെ നല്ല രസമല്ലേ ഇത്? കിട്ടുന്നുണ്ട്, ഇതിനകത്ത് കിട്ടൂലോ. ചെറിയ സാധാരണ നോർമലി 8 to 12 ഉള്ള വീഡിയോ ഇടാറ്. മീൻസ് കൊള്ളാല്ലേ? നിങ്ങൾ പൈപ്പില്ല ഇവിടെ, പെൻസ്റ്റോക്കില്ല ഇവിടെ. ഇതാണ് കമ്പം ഗ്യാസ്, കമ്പത്തിന്റെ ലോങ് വ്യൂ. ശരിയാ, അവിടെ കിട്ടും. അങ്ങനെ വന്നു എങ്ങോട്ടാ പോകാൻ ഇറങ്ങിയ പരിപാടി. അന്ന് ചൈൻചാന്റെ വണ്ടിയായിട്ട് വിസിക്ക് അടിച്ചടിച്ചല്ലേ പോയത്. എവിടെ കിട്ടുവേ? നേരെ പിടിച്ചാൽ മതി. ഇല്ലടാ, താഴെ വരുമ്പോ എനിക്ക് കിട്ടൂല. എന്തോടാ, എന്തോ കേറി വരുന്നുണ്ടോ? ഇവിടെ നിർത്തി പറയാം ഫോട്ടോ എടുത്ത് ഇവിടെ ഇന്നപ്പോ ഇവിടെ മറ്റേ ഈ ബാരിയറൊന്നും ഇല്ലടി. അപ്പം ഞാൻ കാണിച്ചു തരാം ഫോട്ടോ എന്ന് പറയാൻ 1 വർഷം ആവുന്നേ ഉള്ളൂ. എത്ര പിൻബലമുണ്ട്? ഞാൻ മാപ്പി നോക്കി അറിയാം കറക്റ്റല്ലേ. ഇതിനെ കുറിച്ച് മാപ്പ് ചെയ്തതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ കമ്പത്തേക്ക് ലാൻഡ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. വണ്ടിക്ക് പേപ്പറില്ല, കഴിഞ്ഞാണ് ഞങ്ങളെ പിടിച്ച നമ്മൾ മീനാക്ഷി ടെമ്പിൾ 125. ഗായ്സ്, അപ്പോൾ തമിഴ്നാട്ടിൽ 102 രൂപയാണ് കേട്ടോ പെട്രോളിന്.
3 രൂപ. ഞാൻ ഈ അണ്ണാച്ചി പോകുന്നു എടുക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കമ്പത്തേക്ക് യാത്ര തുടരുകയാണ്. ആക്ച്വലി വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ, ഒരു 6 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. അതെ, വലിയൊരു കന്നുകാലി ഫാമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതേ നല്ല നീണ്ടു കിടക്കുന്ന പാടം, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആക്ച്വലി എനിക്ക് കമ്പം ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അവിടുത്തെ ആൾക്കാരും അവിടുത്തെ കൾച്ചറും പിന്നെ തമിഴൊക്കെ പറഞ്ഞിട്ട് എന്നാ അണ്ണാച്ചിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കമ്പം ഇല്ല, കമ്പം എത്തുന്നേ ഉള്ളൂ. മല ഇറങ്ങി നമുക്കിനി തേങ്ങയുടെ വില ഇരിക്കും. ചോദിക്കെത്ര തേങ്ങ അവിടെ തരാം. കരിക്ക് ചോദിച്ചു. വീഡിയോ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴത്തേനും ആക്ച്വലി ആ അണ്ണൻ പോയിട്ട് എന്താ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. 50-60 എന്ന് പറഞ്ഞു. 60 കണ്ടോ? ഓക്കെ, നമ്മൾ കരിക്കപ്പോൾ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കൊണ്ട് തന്നു. നമ്മളിതിനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്, ടേസ്റ്റ് ചെയ്യാനായിട്ട്. ആക്ച്വലി ഇത് ചെന്തങ്കിൻ്റെ കൊലയാണെന്ന് തോന്നുന്നില്ല. ചെന്തങ്കിൻ്റെ കൊലയാണെങ്കിൽ ആടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ കരിക്ക് സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. എന്നാൽ ആക്ച്വലി ഞങ്ങൾ ഒരാൾക്കുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടി എടുത്ത്. അപ്പം പക്ഷേ നഷ്ടമൊന്നുമില്ല, നല്ല കരിക്കായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കരിക്കിൻ്റെ വൈറ്റ് സാധനം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ അല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സൂപ്പർ സാധനം. അത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. അയ്യോ, തനിക്കൊന്ന് താഴെ നിന്ന് കേട്ടിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു, കുറച്ച് താഴോട്ട് പോയി. എനിവേ, നമ്മളോടൊന്ന് കരിക്കൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളുടെ യാത്ര തുടർന്നു. ഇനി ഇങ്ങനെ നമ്മൾ കമ്പത്തിൻ്റെ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഇപ്പം നിങ്ങൾ ഈ കടകളും ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് കണ്ടാവും. എനിക്ക് എന്താ നട്ടില്ല, കമ്പത്തെ ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ആൾക്കാരും ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. പിന്നെ ഇവരുടെ തമിഴ് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ വഴി സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഞാനിപ്പോൾ വലിയ ആകാംക്ഷയോടെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് പോകാൻ പോകുന്നത് ഏത് കടയിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാട ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ കിട്ടുന്ന ഒരു കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴിയരികിൽ വെച്ച് വിൽക്കുന്നതാണ്. നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലൊന്നും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ ഇതുപോലെ കാടയൊക്കെ വിൽക്കുന്നത്. അണ്ണേ കട മാത്രമേ ഉള്ളൂ? നമ്മുടെ കടയാണ് എടുക്കുന്നത് ഗൈസ്, നമ്മുടെ കട ഇട്ട് ഗൈസ്. നമ്മൾ കുറച്ച് കാടയും ചിക്കൻ ഫ്രൈയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാധനം
ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല മുരു ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിനിടയ്ക്ക് അതിൻ്റെ എന്തൊക്കെയോ വിലകളെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല ഫീസിബിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മേടിക്കാമെന്നുള്ളതാണ് ഞാൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. സോ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ സാധനമൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടും. സോ ഇത് കണ്ടില്ലേ, ഇതുപോലെ തൂക്കിയിട്ട് 100 ഗ്രാമിന് 50 രൂപ ആ റേഞ്ചിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും അത്യാവശ്യം ഫീസിബിളായിട്ടുള്ള അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മുടെ സാധനമാണ് കേട്ടോ. നല്ല കോരിയിട്ട് നല്ല മുരുമുരാന്നിരിക്കുന്ന ചിക്കൻ. നമ്മളുടെ കാട ഫ്രൈ ഓൾറെഡി റെഡിയായി കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിന് നല്ല സെറ്റായിട്ട് പാക്ക് ചെയ്തു. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് തേങ്ങയൊക്കെ മേടിക്കാനായിട്ടൊരു ചെറിയ കടയിലേക്ക് വന്നേക്കാണ്. ഒരു അമ്മച്ചി വിൽക്കുന്ന അമ്മച്ചി കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കട. ഇവിടെ കുറേ കടകളുണ്ട് ഇതുപോലെ. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് വലിയ കാര്യമായിട്ട് തേങ്ങയൊക്കെ കുലുക്കി നോക്കി എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ അച്ഛൻ എപ്പോഴും പറയും നമ്മൾ തേങ്ങ നോക്കി എടുക്കുമ്പോഴത്തേനും അതായത് വെള്ളം നിറച്ച് ഭയങ്കര വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല. അതായത് കുലുങ്ങുകയും ചെയ്യണം. എന്നാൽ വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള ടൈപ്പ് ഓഫ് തേങ്ങ എടുക്കുകയാണെങ്കിൽ അതിന് ഉള്ളു നന്നായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ മേടിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടുന്ന് അത്യാവശ്യം ഒരു 2 കിലോ മണ്ടയിൽ രണ്ട് കിലോ ആണ് നമ്മൾ പറഞ്ഞത്. ഒരു 1.5 കിലോ മണ്ട ഉണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 2 കിലോ അടുത്ത് സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ബാക്കി തൂക്കം കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തു. സോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ മേടിച്ചിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മൾ കമ്പത്തിൻ്റെ മെയിൻ സിറ്റി സ്ഥലങ്ങളിലൊക്കെ എത്തി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ ഒരു പാർക്കിംഗ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവിടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒത്തിരി ഇപ്പം നമ്മൾ വീക്കെൻഡ് ഡേയ്സിലൊക്കെയാണല്ലോ വരുന്നത്. അപ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കാണ്. സോ ഒരു നല്ലൊരു പാർക്കിംഗ് കിട്ടുന്നൊരു സ്ഥലത്ത് വണ്ടി ഇറക്കി വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കാട ഫ്രൈ മേടിക്കാൻ വേണ്ടി. ആക്ച്വലി ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കടകളിലെയും കാട ഫ്രൈ മേടിക്കുക, കഴിക്കുക, എന്നിട്ട് അതിനെ വിലയിരുത്തുക എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്നൊക്കെ. അപ്പോൾ ഇവിടെയും കണ്ടില്ലേ, കാടയുണ്ട്, അതുപോലെ ഫിഷൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിഷുണ്ട്. ഇതൊക്കെ ഹാഫ് കുക്ക്ഡ് ആണ് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇതെടുത്തിട്ട് നമുക്ക് സെറ്റാക്കി തരും. അപ്പോൾ നമ്മൾ കാട പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെയിം ഐറ്റംസ് നമ്മൾ നേരത്തെ കടയിൽ നിന്ന് മേടിച്ച പോലത്തെ സെയിം ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, കമ്പയർ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സാധനം ഫിഷും പിന്നെ ചിക്കൻ പാർട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനാണ് നമ്മളവിടുന്ന് സാധനമൊക്കെ മേടിച്ചു. അപ്പം നമ്മൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട്, അതായത് നമ്മുടെ കാട ഫ്രൈ ഒക്കെ മേടിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. കമ്പത്ത് തന്നെയാണ്. വണ്ടി നമ്മളെടുത്ത് പാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ കമ്പത്തിൻ്റെ നഗര വീതിയിൽ കൂടി ഇങ്ങനെ തിരക്കിട്ട് നടന്നിട്ടുണ്ട്. ചക്കയാണ് കേട്ടോ അവിടെ ചുളകളാക്കി വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഭയങ്കര വിലയാണ്. സോ ഇത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ആക്ച്വലി ഞങ്ങൾ കമ്പത്ത് എപ്പോൾ വന്നാലും കയറുന്ന ഒരു ബേക്കറിയാണ് കേട്ടോ. ഇവിടെ നല്ല സൂപ്പർ സാധനങ്ങൾ കിട്ടും, നല്ല ഫ്രഷ് ഐറ്റംസ് കിട്ടും. ഇവിടെയൊക്കെ ആ ടൈമിൽ, അതായത് ഇവരുടെ ബോംബെയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരുന്ന അത്യാവശ്യം ഭയങ്കര തിരക്കുള്ള കമ്പത്തിൻ്റെ ഹാർട്ടിലിരിക്കുന്ന ഒരു ബേക്കറിയാണ് ഇവിടെ. ഓക്കെ ഗൈസ്, പലതരത്തിലുള്ള കേക്കൊക്കെ ഇരിക്കുന്നുണ്ടോ, പലതരത്തിലുള്ള സ്വീറ്റ്സ്. ഈ സൈഡിലൊക്കെ ഫുള്ള് സ്വീറ്റ്സ് കേട്ടോ. പല ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. നമ്മളുടെ അറിയണോ, എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. എനിക്കിതിനകത്ത് കണ്ടിട്ടാകെ മനസ്സിലാകുന്നത് ലഡുവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. മറ്റേ മൈസൂർ പാക്ക് പോലത്തെ സാധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ സാധനവും ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേക്കൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും വില കുറവാണെന്നുള്ളതാണ്. അപ്പോൾ വല്ല ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ നല്ല സ്പഞ്ച് കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ സാധനമാണ്. എന്നെ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്താണേലും ഇവിടെ വരുമ്പോൾ അല്ലേ ഈ സാധനം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബേക്കറി ട്രൈ ആവുന്നുണ്ട്. കമ്പത്തിൻ്റെ ഹാർട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് കേക്ക് മേടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾക്ക് കമ്പത്തിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാവുന്നതാണ്. ഞങ്ങളപ്പോൾ വേറെ 1-2 സാധനം മേടിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ചില്ലിൻ്റെ പൊക്കത്തിരിക്കുന്ന സാധനങ്ങൾ.
ബർത്ത്ഡേയുടെ കുറച്ച് ദിവസം മുന്നേ നമുക്ക് ഒന്നും അത് ഈ ഒരു കേക്ക് മേടിച്ചാൽ ലാഭമുണ്ട്. അടിയാണോ? അത് വലിയ വെള്ളം കേൾക്കുന്നുണ്ട്, അതാ അടിയാണോ. അങ്ങോട്ട് പോരുത്. നീ വീഡിയോ എടുക്കാൻ കമ്പത്ത് അവിടെ എന്തോ ആക്സിഡന്റ് ആയിട്ട് വൻ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മൾ അതുവഴി ക്രോസ് ചെയ്തത്. എനിവേ നമ്മൾ അവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ മേടിച്ച കാട ഫ്രൈയും നമ്മൾ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാം കൂടെ നല്ല കഴിക്കാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത